കൂടുതൽ ഇടത്തോട്ട് പോകുന്നവർ വലതുഭാഗത്ത് പ്രത്യക്ഷപ്പെടും എന്ന ലെനിന്റെ വാക്യം ഇത്തരുണത്തിൽ സ്മരണീയമാണ്. ഇടതുമുന്നണിയിലെ ഘടക കക്ഷികൾക്ക് പൂരം കലക്കിയതാരെന്നും RSS നേതാക്കളെ കണ്ടത് എന്തിനെന്നും മാത്രം അറിഞ്ഞാൽ മതിയോ? ഈ രണ്ട് വിഷയങ്ങളുടെയും മറുപടി കിട്ടിയാൽ അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു പ്രശ്നം അവശേഷിക്കുന്നുണ്ട്. പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ADGP ഉൾപ്പെടെയുള്ള പോലീസ് ഓഫീസർമാരാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ വിഷയം ഉയർത്തിപ്പിടിക്കുന്ന CPI അതുപോലുള്ള മറ്റ് ഘടകകക്ഷികൾ എന്താണ് ഉടനെ ചെയ്യാൻ പോകുന്നത് എന്ന ചോദ്യത്തിന് വാസ്തവത്തിൽ ഒരു ഉത്തരവുണ്ടോ? അതുപോലെ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതു ഭരണം എന്തുകൊണ്ടാണ് നിശ്ചയദാർഢ്യത്തോടു കൂടി വലത്തോട്ട് സഞ്ചരിക്കുന്നത് എന്ന ചോദ്യത്തിന് എന്താണ് ഉത്തരം? ഈയിടെ ഒരു ഭരണകക്ഷി MLAയിലൂടെ പുറത്തു വന്ന ധാരാളം ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടല്ലോ. ആ പ്രശ്നങ്ങളിൽ ബാക്കി പ്രശ്നങ്ങളെല്ലാം ഘടകകക്ഷികൾ എന്തുകൊണ്ടാണ് മാറ്റിവെച്ച് രണ്ട് വിഷയങ്ങളായി മാത്രം അവരുടെ പ്രശ്നം ഒതുക്കിയത് എന്ന് മനസ്സിലാവുന്നില്ല. ഈ ഗുരുതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് നേരത്തെ ഇത് പറഞ്ഞ ആളിനൊഴികെ മറ്റാർക്കും കേരളത്തിൽ അറിവില്ലായിരുന്നുവോ? ഉണ്ടായിരുന്നെങ്കിൽ ആരും അത്തരം വിഷയങ്ങൾ ഏറ്റുപിടിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രി ഈ വിഷയങ്ങൾക്ക് പറഞ്ഞ മറുപടി നാം എല്ലാവരും കേട്ടു. ഇതല്ലാത്ത ഒരു മറുപടി മുഖ്യമന്ത്രിയിൽ നിന്ന് ഘടകകക്ഷികൾ ഉൾപ്പെടെ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നുവോ എന്ന ഒരു ചോദ്യവും ഇവിടെ അവശേഷിക്കുകയാണ്.